الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ അൽ-ഗനീമ ഫി ഹാദിഹിൽ അശരിൽ കരീമ, ഈ മഹത്തായ 10 നാളുകളിൽ ഒരു നാൾ നമ്മൾ പിന്നിട്ടു. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅക്സിറു മിൻ ഹാദിഹിൽ മകാസിബിൽ അദീമ മിൻ അഅമാലി യസീറ, ഈ മഹത്തായ നാളുകളിൽ വളരെ സിമ്പിളായിക്കൊണ്ടുള്ള അമലുകൾ കൊണ്ട് ഈ നാളുകളെ ധന്യമാക്കുക. അക്സിറു മിൻ ദിക്രില്ലാഹ് അസ്സ വജൽ ബിഖുലൂബിക്കും വഅൽസിനതിക്കും വജവാരിഹിക്കും, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക. നിങ്ങളുടെ കൽബ് കൊണ്ടും നിങ്ങളുടെ നാവുകൾ കൊണ്ടും നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ടൊക്കെ അള്ളാഹുവിനെ ഓർക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇങ്ങനെ തുടങ്ങിയ അള്ളാഹുവിനെ സ്മരിക്കുന്ന, അവനെ വാഴ്ത്തുന്ന, പുകഴ്ത്തുന്ന ദിക്റുകൾ ജാസ്തിയാക്കുക. നിങ്ങളുടെ ബോഡി കൊണ്ട് അള്ളാഹുവിനെ കീഴ്പ്പെടുന്ന സുന്നത്ത് നമസ്കാരങ്ങളും മറ്റു ഇബാദത്തുകളും ഒക്കെ നിർവഹിക്കുക, ഏറെയാക്കുക. അള്ളാഹുവിനെ നിങ്ങൾ മറന്നു പോകരുത്, ഗഫലത്തിലാവരുത്. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളും മക്കളും മറ്റുമൊന്നും നമ്മളെ ഗഫലത്തിലാക്കരുത്. വഇന്നമൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, നമുക്ക് ബാക്കിയുണ്ടാവുക നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് സാധ്യമാകുന്ന ആളുകളൊക്കെ തന്നെയും ആവുന്നത്ര പരിശ്രമം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 നാളുകളിൽ ചെയ്തത് ഏറെ ശ്രേഷ്ഠമായത് മസ്ജിദിൽ വന്നുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാത്ത ആളുകൾ വീട്ടിലായിരുന്നാലും അഹ്യാ ലൈലഹു ഐഖദ അഹ്ലഹു, ഉറങ്ങാതെ വീട്ടുകാരെ വിളിച്ചുണർത്തി രാത്രിയെ ജീവിപ്പിച്ചു എന്നാണ്. അതായത് ഉറങ്ങാതെ ഖുർആൻ ഓതിക്കൊണ്ടും ദിക്ർ ചെയ്തുകൊണ്ടും നിസ്കരിച്ചുകൊണ്ടുമൊക്കെ രാത്രിയെ ഹയാത്താക്കി ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വത്തെ അതിനെ കിട്ടാൻ വേണ്ടിക്കൊണ്ട് എന്നാണ്. അപ്പോൾ കൂടുതലും മസ്ജിദിൽ വന്നാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയത് വശദ്ദ മിഅ്സർ, വരമുണ്ട് മുറുക്കി കൊടുത്തു എന്ന് പറഞ്ഞു. ഇബ്നു ബാസ് റഹിമഹുല്ലാ അതിനെ വിശദീകരിച്ചത് വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, ഇഅ്തികാഫ് നിർവഹിക്കുമ്പോൾ നിങ്ങൾ ഭാര്യമാരുമായി നിങ്ങൾ ബന്ധപ്പെടരുത് എന്ന്. ഇപ്പോൾ വീട്ടിലാവുമ്പോൾ ചിലപ്പോൾ ആ ദിക്റിലേക്കാളും നിങ്ങളുടെ ശ്രദ്ധ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ വന്നാവുമ്പോൾ ഏറ്റവും ഖൈറായിട്ടുള്ളത് മസ്ജിദിൽ വന്ന് ഇബാദത്ത് ചെയ്യാം. ഇഅ്തികാഫ് എന്നത് സഹോദരങ്ങളെ, അൽ ഇഅ്തികാഫു ഹുവൽ ലബ്സു ഫിൽ മസ്ജിദ് ബിനിയത്തി തഅബ്ബുദി വതഖറബി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ള നിയ്യത്തോടു കൂടി മസ്ജിദിൽ ഇരിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയാം. അത് ഡേ ആവാം, നൈറ്റ് ആവാം. വലൈസ ലഹു ഹദ്ദുൻ മഹദൂദ്, പ്രത്യേകിച്ച് ലിമിറ്റൊന്നുമില്ല. ഏറ്റവും ശ്രേഷ്ഠം അഫ്ളൽ എന്താണ് നാം മനസ്സിലാക്കിയത്? 10 നാള് വേറെ എല്ലാ ശുഗലും മാറ്റിവെച്ച് മസ്ജിദിലിരിക്കുക. ഇനി അതിന് സാധിക്കാത്ത ആളുകൾ ഏത് സമയത്തും മശ്റൂഉൻ ഫി കുല്ലി വഖ്ത് വഫി റമദാൻ ആക്കിദ്, ഏത് സമയത്തും ഇഅ്തികാഫ് നമുക്കിരിക്കാം. എന്നാൽ ഏറ്റവും ശക്തമായത് റമദാനിലാണ്. ഫിൽ അശരിൽ അഖീറ ആക്കിദ്, ആ അവസാന 10 ഏറ്റവും ശക്തമാണ്. വമശ്റൂഉ ഫി ജമീഇൽ ഔഖാത്ത്, എനി ടൈമും എന്താണ് ശറയിലുള്ളതാണ് ഇഅ്തികാഫ് എന്ന്. വലാ ഹദ്ദലി അഖല്ലിഹി വലാ ഹദ്ദലി അക്തരിഹി, അതിൻ്റെ മിനിമം മാക്സിമം ലിമിറ്റൊന്നുമില്ല. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന നിയ്യത്തിൽ മസ്ജിദിൽ വന്ന് ഒഴിഞ്ഞിരിക്കുക, ഒറ്റയ്ക്കിരിക്കുക, അള്ളാഹുമായി കൊണ്ട്. വൽ ഹദ്ഫു മിൻഹു തഫർറുഗ് ലിൽ ഇബാദ മിനൽ ഖിറാഅ, ഖിറാഅത്തുൽ ഖുർആൻ വദ്ദിക്ർ വസ്സലാത്ത് വദ്ദുആ, നിസ്കാരം, ദിക്ർ, ഖുർആൻ ഓതുക, ദുആ ചെയ്യുക. ഹാദാ ഹുവൽ മഖ്സൂദ്, ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയ്യതഫറഗ ലി ഇബാദത്തില്ലാ, അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഫ്രീ ആയിട്ടിരിക്കുക, ഒഴിഞ്ഞിരിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ ഹദീസിനെ ശറഹ് ചെയ്ത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഏത് ഹദീസിനെ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ, 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് ചൊല്ലിയ ഹദീസ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ടൈം വളരെ വാല്യുബിളായ ടൈമാണ്. അത് പിന്നെ ഓടായി വരുന്നതായാലും അല്ലാത്തതിലും നമ്മൾ പ്രതീക്ഷിക്കണം. ഇന്നിപ്പോൾ 22ൻ്റെ ജാവുമാണ്, അപ്പോൾ നാളെ പിന്നെ ഡബിൾ അല്ലേ. അതുകൊണ്ട് നെവർ മൈൻഡ് ആക്കേണ്ടതില്ല. ഈ 10 നാളും ഇടീ നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു അള്ളാഹുവിന് വേണ്ടി, അത്രയും നമുക്കത് ബെനിഫിറ്റാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദുആയാണ് ഏറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാസ്തിയാക്കിയിട്ടുള്ളത്. അൽ അഫു എന്ന് ചൊല്ലിയാൽ ഹുവല്ലദീ യംഹിസ് സയ്യിആത്ത്,
തപ്പുകൾ പാപങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യുക, മായ്ച്ചു കളയലാണ്. വയതജാവസു അനിൽ മആസി, അത് തപ്പുകൾ അള്ളാഹു മാഫാക്കി എല്ലാം ഒഴിവാക്കി വിട്ടു. വഹുവ ഖരീബു മിനൽ ഗഫൂർ, അത് ഈ ഗഫൂറിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. വലാകിന്നഹു അബ്ലഗു മിൻഹു, ആ ഗഫൂറിനേക്കാളും ഏറെ വലുതാണെന്ത്? അഫ്വ്. എന്താ ഗഫൂർ എന്ന് പറഞ്ഞാൽ? വൈന്നൽ ഗുഫ്റാൻ, ഗുഫ്റാനി എന്ന് ചൊല്ലിയാൽ യുനബ്ബി അനി സത്ർ, അത് മറച്ചു വെക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ചെയ്ത തപ്പുകൾ അത് അള്ളാഹു സത്ർ ചെയ്യുക, കവർ ചെയ്ത് ഹൈഡാക്കി വെക്കുന്നതിനാണ് എന്ത് പറയാ? ഗുഫ്റാൻ എന്ന് പറയാം. എന്നാൽ അഫ്വ് എന്താണ്? അത് ഇടി ഫുള്ളായിട്ട് മായ്ച്ചു കളയുന്നു, ഇല്ലാതാക്കുന്നു. അതുകൊണ്ടാണ് അതിനേക്കാളും ജാസ്തി ഈ ദുആക്ക് പ്രത്യേകത. എന്താ ഈ നാളുകളിൽ അള്ളാഹു ഗുഫ്റാനു ദുനൂബ്, പാപങ്ങൾ പിന്നെ പൊറുക്കുന്നുണ്ട്, ഐതഖും മിനന്നാറുണ്ട്, റഹ്മത്തുണ്ട്, ഒട്ടനവധി ശ്രേഷ്ഠതകളുണ്ട്. ഈ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, റബ്ബേ നീ വായിച്ചു കളയും, ഡിലീറ്റ് ആക്കും ഫുള്ള്, അതൊന്നും തന്നെ അതിൻ്റെ ഒരു അടയാളവും ഇല്ലാത്ത വിധം അള്ളാഹ് മായ്ച്ചു കളയുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മൾ ഏറെയാക്കുക, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് നമ്മൾ ഏറെ ദുആ ചെയ്യുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കേട്ടു, യാ റസൂലല്ലാഹ് അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി ഫീ സ്വലാത്തി, എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണം, എനിക്കത് എൻ്റെ നിസ്കാരത്തിൽ ചൊല്ലാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊടുത്തു. ഏത്? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലി മഗ്ഫിറതൻ മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. സഹോദരങ്ങളെ, വളരെ അർത്ഥവത്തായ ദുആയാണ്. നമ്മൾ ചെയ്ത പാപങ്ങൾ, തപ്പുകൾ, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ, റബ്ബേ ഞാൻ എൻ്റെ നഫ്സിനോട് ഏറെ ളുൽമ്, അക്രമം ചെയ്തിരിക്കുന്നു, ഫഗ്ഫിർലി എനിക്ക് മാഫാക്കി തരണമേ, മഗ്ഫിറതൻ മിൻ ഇൻദിക് നിന്റെ അടുക്കൽ നിന്നാണ് മഗ്ഫിറത്തുള്ളത്, പാപങ്ങൾ പുറത്തു തരുന്നത്, നീ അല്ലാതെ പാപം പൊറുക്കുന്നവല്ല. അത് അള്ളാഹ് ചോദിച്ചത്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹ് അല്ലാതെ ആരാണ് പാപം പൊറുക്കാനുള്ളത്? അപ്പം അതുകൊണ്ട് ഈ ദുആ നമ്മൾ നിസ്കാരത്തിൽ സലാം പൊട്ടുന്നതിന് മുമ്പ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കാൻ വേണ്ടി കേട്ട ആ ദുആ, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലി മഗ്ഫിറതൻ മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ആ ദുആ ഏറെയാക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു ദുആയാണ് ദുആഉ ദിന്നൂൻ, ദഅവത്തു ദിന്നൂൻ. ആരാ ദിന്നൂൻ? ആരാ ദുന്നൂൻ എന്ന് പേരുള്ള ആൾ? യൂനുസ് അലൈഹിസ്സലാമാണ് ദുന്നൂൻ എന്നത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടു. ഇത് ദഅ വഹുവ ഫീ ബത്നിൽ ഹൂത്ത്, അത് ഇന്ന് നമ്മൾ കേട്ടതിലുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലായിരുന്നെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ, ഖിയാമത്ത് നാൾ വരെ അദ്ദേഹം ഇസ്തിഗ്ഫാർ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവുമായിരുന്നു. ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം ഇസ്തിഗ്ഫാർ ചെയ്തു. എന്താ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന, റബ്ബിൻ്റെ തൗഹീദിനെ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ മഹത്വപ്പെടുത്തുന്ന, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ഒരു വാക്കാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, നീ അല്ലാതെ ഇലാഹില്ല റബ്ബേ, സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, റബ്ബേ ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയി എന്ന്. ഈ ഒരു ദുആയെക്കുറിച്ച് ഹദീസിൽ വന്നത് ഫഇന്നഹു ലം യദഅ ബിഹാ റജുലുൻ മുസ്ലിമുൻ, മുസ്ലിമായ ഒരാൾ ഇത് ചൊല്ലുന്നില്ല, ഫീ ഷൈഇൻ ഖത്തു, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇത് അവൻ ചൊല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, ഇല്ലസ്തജാബ അല്ലാഹു ലഹു, അള്ളാഹു അവന് ഇസ്തിജാബത്ത് നൽകിയിട്ടല്ലാതെ ഉറപ്പായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് അതിന് ഉത്തരം നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നാളുകൾ നമ്മൾ ദുആഇന് വേണ്ടി, ദിക്റിന് വേണ്ടി, ഖുർആൻ ഓതാൻ വേണ്ടി, നിസ്കാരത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലിയത് ഖുദ്സിയായ ഹദീസിൽ കാണാം, യബ്ന ആദം, അല്ലയോ മനുഷ്യപുത്ര, തഫറഗ് ലി ഇബാദത്തി, എനിക്ക് ഇബാദത്താകാൻ വേണ്ടി നീ ഫ്രീ ആവുക. നിനക്ക് ഫ്രീ ഉണ്ടാവുമ്പോൾ വന്നിട്ട് ഇബാദത്താക്കാൻ അല്ല ചൊല്ലിയത്. എൻ്റെ സൊറയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ടൈം ഉണ്ടെങ്കിൽ ഞാൻ വരാം എന്നതല്ല സഹോദരങ്ങളെ. ഇനി ടൈം നമുക്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാവുമോ എന്ന് ചൊല്ലാനും നമുക്ക് സാധ്യമല്ല. രണ്ട് കാരണങ്ങളാണ് ഈ നാളുകൾ ഉപയോഗപ്പെടുത്തണം എന്നതിന് ഉലമാക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഒന്നെന്താണ്? ഈ 10 നാളുകൾ ലിഷറഫി ഹാദൽ അശ്ർ വതലബ് ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ തേടുക, ഇതിൻ്റെ മഹത്വം. മറ്റൊന്ന് ലിബിദാഇ ഷഹ്റിൻ, ഈ മാസം നമ്മളോട് വിട പറയുകയാണ്. ലാ യുദ്റാ ഹൽ യൽഖാ മിസ്ലഹു അംല, ഇതുപോലുള്ളൊന്ന് നമ്മൾ മീറ്റാവുമോ, കിട്ടുമോ എന്ന് ചൊല്ലാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിഞ്ഞിരിക്കുക. തഫറഗ് ലി ഇബാദത്തി അംലഉ സദ്റക ഐനൻ, റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രീ ആയിട്ടിരുന്നോ എങ്കിൽ അള്ളാഹു നമ്മുടെ മനസ്സിൽ ഒരു റിച്ച്, ഒരു ഖിന,
അള്ളാഹു നമുക്ക് നിറച്ചു തരും. വഇല്ലാ തഫ്അൽ, അല്ല നിനക്ക് അതിന് ഫ്രീ ആവാൻ ടൈമില്ലേ, അള്ളാഹിനെ ഇബാദത്താക്കാൻ ഖുർആൻ ഓതാൻ ഈ 10 നാളിലും രാത്രി പോലും നിനക്ക് ഒഴിവില്ലേ എങ്കിൽ മലഅതു യദൈക ശുഗ്ലൻ, നിന്റെ കൈകളിൽ ബിസി ആയിരിക്കും, നിന്റെ കൈകളിൽ ബിസി നടക്കും, ഫുള്ള് ബിസി ആവും നീ. വലം അസുദ്ദ ഫഖറക്, നിന്റെ ദാരിദ്ര്യം, നിന്റെ ഇല്ലായ്മ അത് തീരുകയുമില്ല. നീ എത്ര രാപ്പകലില്ലാതെ ഓടി നടന്നാലും നിന്റെ കഷ്ടപ്പാട് തീരൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിന് വേണ്ടി ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക. ഖുർആൻ ഓതാൻ, ദിക്ർ ചെയ്യാൻ, ഖുർആൻ പാരായണം ചെയ്യാനും ദിക്റിനും ദുആനും വേണ്ടി നമ്മൾ ഒഴിഞ്ഞിരുന്നാൽ നമ്മുടെ ദാരിദ്ര്യം, ഇല്ലായ്മ, കടം, പ്രയാസം, ബുദ്ധിമുട്ട് എല്ലാം നീങ്ങിക്കിട്ടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ചില ആളുകൾ ചോദിച്ചത്, ഇപ്പോൾ തറാവീഹ് ഉണ്ട്, പിന്നെ ലാസ്റ്റ് 10 ഏറെ ജാസ്തിയാക്കുക ഇബാദത്ത്, അതുകൊണ്ട് ഖിയാമുൽ ലൈലുണ്ട്. അപ്പം എന്താ ഖിയാമുൽ ലൈലിന് വരാം, അതുകൊണ്ട് ഞാൻ തറാവീഹ് നിസ്കരിക്കുന്നില്ല, പിന്നെ അവസാനം ഉറങ്ങിപ്പോയി, തറാവീഹ് ഇല്ല, ഖിയാമുൽ ലൈലില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാകും. ഏതെങ്കിലുമൊക്കെ ഒന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ 4, പിന്നെ അതിൽ പിന്നെ 2, അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അല്ല ശരി. എന്താണ്, ഏതെങ്കിലും ഒന്ന് ഇതിൽ നിസ്കരിക്കുക സുന്നത്താണ് എത്ര, ബട്ട് ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നിസ്കരിക്കണം. ഇപ്പോൾ ഒന്നുകിൽ തറാവീഹ് നിസ്കരിച്ചു, ഇനിയിപ്പോൾ ഞാൻ അതിലും നിസ്കരിക്കുക ഖിയാമുൽ ലൈൽ, പക്ഷെ അതിൽ വിത്രാക്കേണ്ടതില്ല. ഇതിലിപ്പോൾ വിത്രാക്കിയ ആളുകൾ അപ്പോൾ വിത്രാക്കേണ്ടതില്ല. ലാ വിത്രാനി ഫീ ലൈല, ഒരു രാത്രിയിൽ 2 വിത്രില്ല. അപ്പോൾ ഇപ്പോൾ നിസ്കരിച്ച ആൾക്കാർക്ക് അപ്പോഴും നിസ്കരിക്കാം ഖിയാമുൽ ലൈൽ, പക്ഷെ അപ്പോൾ നമ്മൾ വിത്രാക്കേണ്ടതില്ല. ഇപ്പോൾ നിസ്കരിക്കാത്ത ആൾക്കാർക്ക് അപ്പോഴും നിസ്കരിക്കാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഇഷാ കിട്ടിയില്ല, ഇഷാ ഫറളാണ്, ഇഷാ നിസ്കരിക്കാതെ ഞാൻ ഖിയാമുൽ ലൈലിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കാര്യമല്ല. ആദ്യം നമ്മൾ ഫറളാണ് ഫസ്റ്റ് പ്രിഫറൻസ്, ഫറള് നിസ്കരിച്ചിട്ടാണ് സുന്നത്ത്, അതല്ലേ. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാളെ സുബൈക്ക് പള്ളിയിൽ കണ്ടില്ല. അപ്പോൾ അയാൾ ഇങ്ങനെ പോകുമ്പോൾ ചോദിച്ചു, അയാളെ വൈഫ് ഉണ്ടായിരുന്നു, എന്തേ നിങ്ങളെ ഹസ്ബൻഡ് പള്ളിയിൽ കണ്ടില്ല? അയാൾ രാത്രി നിസ്കരിച്ച് പിന്നെ അയാൾ ഉറങ്ങിപ്പോയി. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലി, എന്ത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് സ്വലാത്തുൽ സുബഹിക്ക്, സുബഹി നിസ്കാരത്തിന് മസ്ജിദിൽ ജമാഅത്തിന് വരുന്നതാണ് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഖൈറായിട്ടുള്ളത്. അപ്പോൾ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഉറങ്ങിപ്പോകുന്നതിനേക്കാളും ഖൈറ് ഫർദ് നിസ്കരിക്കാം. ഇഷ ജമാഅത്തായി നിസ്കരിച്ചാൽ തന്നെ ഹദീസിലുണ്ട്, എന്ത്, മൻ സല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ നിസ്ഫുൽ ലൈല, രാത്രിയുടെ പകുതി നിസ്കരിച്ച പോലെയാണ്. ഫജ്റും കൂടി ഫുള്ളായിട്ട് നിസ്കരിച്ചാലോ, മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹു. അപ്പോൾ ആദ്യം ഫർദ്, പിന്നെയാണ് സുന്നത്ത്. ഖിയാമുൽ ലൈലിനും തറാവീഹിനൊക്കെ മഹത്വമുണ്ട്, പക്ഷേ അതിനേക്കാൾ ഏറെ ശ്രേഷ്ഠതയുള്ളത് കമ്പൾസറി ഏതാ, ഇഷാ ജമാഅത്താണ്, സുബൈ ജമാഅത്താണ്. അത് നമ്മൾ മറന്നു പോകാതിരിക്കുക. സുന്നത്താണ്, എത്രയും നിസ്കരിക്കുക, അത് പ്രോബ്ലം അല്ല, പക്ഷേ 2 വിത്രാക്കാതിരുന്നാൽ മതി. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നാളുകളിൽ ഏറെ ഇബാദത്തുകൾ, ദിക്റുകൾ, അള്ളാഹുവിനോട് ദുആകൾ, ഖുർആൻ പാരായണമൊക്കെ അധികരിപ്പിച്ച് റബ്ബിലേക്ക് അടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ഇഅ്തികാഫ് ഇരിക്കുമ്പോഴും മസ്ജിദിൽ ഇരിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഡിസിപ്ലിൻ പാലിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്ത് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ. ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തും അഫുവും റഹ്മത്തും ഇഖ്തിഖും മിനന്നാറുമെല്ലാം ഈ ഒരു റമദാനിൻ്റെ നാളുകളിൽ അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്തുകൊണ്ട് നരകത്തിയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും സ്വർഗീയ ലോകത്ത് ഒരിടം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മിൽ ഉഷാറില്ലാത്ത ആളുകൾക്ക് അള്ളാഹു ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.